കണ്ണൂരിൽ മാവോയിസ്റ്റ് ഭീകരരുടെ രഹസ്യയോഗം ചേർന്നതായി NIA. 2021 നിലമ്പൂരിൽ ആയുധ പരിശീലനം നടത്തി. എടക്കര വനത്തിൽ മാവോയിസ്റ്റ് ഭീകരൻ രാഘവേന്ദ്രയാണ് പരിശീലനം നൽകിയത്. അറസ്റ്റിലായ മാവോയിസ്റ്റ് ഭീകരരെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് നിർണായകമായ വിവരം ലഭിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു. ജിജീഷ്, NIA നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ വിവരം, അതായത് മാവോയിസ്റ്റ് ഭീകരരുടെ രഹസ്യയോഗം ചേർന്നതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. മറ്റു വിവരങ്ങൾ വിനോദ്, കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉത്തര മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും തണ്ടർബോൾട്ട് സംഘവും അടക്കമുള്ള ഏറ്റുമുട്ടലിലേക്ക് വരെ മാവോയിസ്റ്റ് സംഘങ്ങൾ നീങ്ങിയിരുന്നു. കാരണം ഏറ്റവും തുടക്കത്തിൽ മാവോയിസ്റ്റ് സംഘടനകൾ, മാവോയിസ്റ്റ് ഭീകരവാദികൾ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കോ സായുധ ആക്രമണങ്ങളിലേക്കോ കടന്നിരുന്നില്ല എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഉത്തര മേഖല കേന്ദ്രീകരിച്ച് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അവിടെ പ്രത്യേകമായി തന്നെ പശ്ചിമഘട്ട മേഖലയിൽ വിവിധ ദളങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ്, കബനി ദളം അടക്കം വിവിധ ദളങ്ങൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ ചില ആശയ പ്രചരണമാണ് ഈ മാവോയിസ്റ്റുകൾ നടത്തിയിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് സായുധ ആക്രമണ രീതിയിലേക്ക് മാവോയിസ്റ്റ് ഭീകരവാദികൾ മാറുകയായിരുന്നു. 2023 2024 എല്ലാം ഒറ്റപ്പെട്ടതും എന്നാൽ ശക്തമായ ചില മാവോയിസ്റ്റ് നീക്കങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് വിവിധ അന്വേഷണ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസി, IB അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഭീകരവിരുദ്ധ സേനയുമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തു. ചില ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിൽ മാവോയിസ്റ്റ് ഭീകരവാദി നേതാക്കളിൽ പലരും ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ നേതൃത്വം നൽകുന്ന നാടുകാണി അടക്കം, കബനി ദളം അടക്കം വിവിധ ദളങ്ങൾക്ക് നേതൃത്വം നൽകുകയും രഹസ്യയോഗങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്ന ചില നേതാക്കൾ ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഉത്തര കേരളം കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകൾ അവിടെ രഹസ്യ പ്രവർത്തനമാണ് നടത്തുന്നത് എങ്കിൽ നഗരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനവും ഏറ്റവും ശക്തമായി തന്നെ വരുന്നു. ഇത് സംബന്ധിച്ച നിരവധി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിക്കൊണ്ട് അവരുടെ നീക്കങ്ങൾ തുടർന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ രഹസ്യയോഗം നടന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാവോയിസ്റ്റുകളുടെ രഹസ്യയോഗം നടത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും വനമേഖലകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചും കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി വനമേഖലകൾ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടന്നിരുന്നു. അതിൽ 10 മുതൽ 14 വരെ ആളുകൾ പങ്കെടുത്തു. ചില യോഗങ്ങളിൽ, രഹസ്യയോഗങ്ങളിൽ അതിലധികം ആളുകൾ പങ്കെടുത്തതിന്റെ വിവരങ്ങളും 20ഓളം പേർ വരെ ഇത്തരത്തിൽ രഹസ്യ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ആശയ പ്രചരണം, മാവോയിസ്റ്റ് ഭീകരവാദ ആശയ പ്രചരണമായിരുന്നു എങ്കിൽ മറ്റൊന്ന് കൃത്യമായി തന്നെയുള്ള ആക്രമണങ്ങളായിരുന്നു. ഭീകര ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, സായുധ ആക്രമണങ്ങളിലൂടെ കേരളത്തിൽ ഭീതി വിതയ്ക്കുക. ഇപ്പോൾ തമിഴ്നാടിന്റെ മേഖലകളിൽ സ്വാധീനം ഉറപ്പിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു. കർണാടകയുടെ മേഖലകളിൽ സ്വാധീനം ഉറപ്പിച്ചു എന്ന് ഈ മാവോയിസ്റ്റ് ഭീകരർ വിശ്വസിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കൂടി ശക്തമായ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ശക്തരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങൾ നടത്തുക എന്ന ഒരു നീക്കം തന്നെയായിരുന്നു മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിടിയിലായ മാവോയിസ്റ്റുകളെ ചോദ്യം ചെയ്തപ്പോഴാണ് NIA യൂണിറ്റ് അടക്കം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിച്ചിരിക്കുന്നത്. 2 പേർ, അതായത് കാർത്തിക്കും ഒപ്പം തന്നെ സന്തോഷ് കുമാർ, ഈ 2 പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, കേരളത്തിന്റെ മേഖലകൾ കേന്ദ്രീകരിച്ച് രഹസ്യ യോഗങ്ങൾ മാവോവാദികളുടേതായി നടന്നിട്ടുണ്ട്, മാവോയിസ്റ്റ് സംഘങ്ങൾ ഇത്തരത്തിലുള്ള രഹസ്യ യോഗങ്ങളിൽ പല നേതാക്കളും, രാഘവേന്ദ്ര അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നെല്ലാം ഉള്ള വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെ മൊയ്തീൻ അടക്കമുള്ള മാവോയിസ്റ്റ് ഭീകരരെ പിടികൂടിയ ഘട്ടത്തിൽ അവർ നൽകിയ ചില വിവരങ്ങൾ എന്ന് പറയുന്നതും കേരളത്തിന്റെ വനമേഖലകളിൽ പുറത്തു നിന്നുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എല്ലാ മാവോയിസ്റ്റ് ഭീകര നേതാക്കളും ഛത്തീസ്ഗഡ് അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള മാവോയിസ്റ്റ് ഭീകരവാദികൾ പോലും അവിടെ എത്തി പരിശീലനങ്ങൾ നൽകുന്നുണ്ട്, അവരുടെ ക്ലാസുകൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും വനവാസി മേഖലയിലേക്ക് കടന്നു കയറാനുള്ള നീക്കങ്ങളാണ് ഈ മാവോയിസ്റ്റ് ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ശക്തമായി തന്നെയുള്ള പ്രചരണങ്ങൾ, മറുപ്രചാരണങ്ങളിലും ഒപ്പം തന്നെ മാവോയിസ്റ്റ് ഭീകരതയുടെ ആഴം വ്യക്തമാക്കുന്ന
ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും എല്ലാം തന്നെ ആ യുവാക്കൾ ആരും തന്നെ ഇത്തരത്തിൽ ഈ ഭീകരവാദികൾക്കൊപ്പം ചേരാൻ തയ്യാറല്ലായിരുന്നു. ആ ഘട്ടത്തിൽ ഉള്ള ആളുകളെ, അതായത് അവരുടെ സംഘടനയുടെ ഭാഗമായി നിലവിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പിന്റെ ഭാഗമായി നിലവിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വെച്ച് തന്നെ സായുധ ആക്രമണങ്ങൾക്ക് ശക്തി പകരുക എന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. നേരത്തെ അവിടെ നടത്തിയിട്ടുള്ള റെയ്ഡുകളിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തണ്ടർ ബോൾട്ട് സംഘവും പോലീസും എല്ലാം തന്നെ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആ രേഖകളിൽ എല്ലാം തന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, എങ്ങനെയെല്ലാമാണ് വനമേഖലയിലേക്ക് കയറി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, വനവാസി മേഖലയിലുള്ള ആളുകൾക്കിടയിലേക്ക് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈമാറുന്നു. അതോടൊപ്പം തന്നെ അവിടെ നടത്തേണ്ട സായുധ ആക്രമണങ്ങൾ, സർക്കാർ ഓഫീസുകളിലേക്ക് അടക്കം കടന്നു കയറിയുള്ള സായുധ ആക്രമണ പദ്ധതികളെ സംബന്ധിച്ച് പോലുമുള്ള കൃത്യമായ രൂപരേഖകൾ അവരുടെ കൈവശം നിന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുക, ആക്രമണങ്ങൾ വ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് ഭീതി വിതയ്ക്കുന്നത് പോലെ രാജ്യത്തിന്റെ പല മേഖലകളിലും ഭീതി വിതയ്ക്കുന്നതിന് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ രഹസ്യ യോഗം ചേർന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ നഗരമേഖല കേന്ദ്രീകരിച്ച് അർബൻ മാവോയിസ്റ്റുകളും രഹസ്യയോഗങ്ങൾ ചേരുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് മുമ്പ് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് പരസ്യമായി നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആശയക്കാരാണ് എന്ന് പരസ്യമായി പ്രചരണം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചതും ഒപ്പം തന്നെ ജയിൽവാസം അടക്കം അനുഭവിച്ചിട്ടുള്ള ചില നേതാക്കളാണ്. അവരുടെ നേതൃത്വത്തിൽ അർബൻ മാവോയിസ്റ്റുകൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുന്നു, മറുഭാഗത്ത് രഹസ്യയോഗങ്ങൾ ചേർന്നുകൊണ്ട്, രഹസ്യയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മാവോ ഭീകരവാദികൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക്, സായുധ ആക്രമണങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. ആദ്യം 3 ദളം മാത്രമായിരുന്നു പശ്ചിമഘട്ട മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ മറ്റൊരു ദളം കൂടി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയായിരുന്നു ഈ ഭീകരവാദികൾ ചെയ്തിരുന്നത്, മാവോയിസ്റ്റ് സംഘങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെ 4 ദളങ്ങളിലൂടെ പ്രവർത്തനം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ മാവോവാദി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു പ്രധാനമായും. വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ അടക്കം സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. NIA ആണ് കണ്ണൂരിൽ മാവോയിസ്റ്റ് ഭീകരരുടെ രഹസ്യയോഗം ചേർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. 2021 നിലമ്പൂരിൽ ആയുധ പരിശീലനം നടത്തി. എടക്കര വനത്തിൽ മാവോയിസ്റ്റ് ഭീകരൻ രാഘവേന്ദ്രയാണ് പരിശീലനം നൽകിയത്. അറസ്റ്റിലായ മാവോയിസ്റ്റ് ഭീകരരെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് നിർണായകമായ വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.